ഇപ്പോൾ മാസ്റ്റേഴ്സിന്റെ കേസാണെങ്കിൽ തന്നെ ജർമ്മനിയിലെ 2 ഡിഫറെന്റ് കൈൻഡ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. അതിൽ തന്നെ കുറച്ച് ഡിഫറൻസിയേഷൻസും വരുന്നുണ്ട്. സോ അത് എന്താണ് ക്ലാസിഫിക്കേഷൻ വരുവാണെങ്കിൽ തന്നെ എന്തൊക്കെ ഡിഫറൻസ് ആണ് അതിൽ വരുന്നത്? പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സെയിം ലൈക്ക് ഇപ്പം എല്ലാ UK-ലും ഇവിടെയുള്ള പോലെ തന്നെയൊക്കെ പ്രൈവറ്റ് നമ്മൾ ഫീസ് കൊടുത്ത് പഠിക്കുന്ന യൂണിവേഴ്സിറ്റീസ്. ഓക്കെ. പബ്ലിക് യൂണിവേഴ്സിറ്റീസ് വരുന്ന സമയത്തേക്ക് ഗവൺമെന്റ് ഫണ്ടഡ് ആണ്. ഓക്കെ. പബ്ലിക്കിൽ തന്നെ ഡിഫറെന്റ് കാറ്റഗറീസ് വരുന്നത്. ഓക്കെ. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ 2 ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റീസ്. ഓക്കെ. ഒന്ന് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസ്, ഒന്ന് യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ്. ഈ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ റിസർച്ച് ഓറിയന്റഡ് ആണ് ഓക്കെ കോഴ്സ്. റിസർച്ച് ഓറിയന്റഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം റിസർച്ച് ഓറിയന്റഡ്, തിയറി ബേസ്ഡ് ആയിട്ടുള്ള തിയറി ബേസ്ഡ് ആണ്. ആ രീതിയിലേക്കാണ് അതിന്റെ ഒരു പ്രിപ്പറേഷൻ. ബട്ട് വേറൊരു കേസ് ആരും അറിയാതെ പോകുന്ന അപ്ലൈഡ് സയൻസ് യൂണിവേഴ്സിറ്റിന്റെ കേസാണെന്ന് തോന്നുന്നു. അറിയാതെ പോകുന്നതിന്റെ അല്ല പ്രശ്നം, അതായത് ഇതിനെ പറ്റിയിട്ടുള്ള ഡിഫറൻസ് അറിയാത്ത കുറെ പേരുണ്ട്. അപ്ലൈഡ് സയൻസ് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. ഇത് കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ട് പോകണോ അതോ കുറച്ചും കൂടെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോകണോ? ഇനി റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോയാലും അതിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ള നല്ല അണ്ടർസ്റ്റാൻഡിങ് നിനക്ക് വേണം. ഓക്കെ. റൈറ്റ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സ്കിൽസ് യു ഹാവ്. ഇവിടുത്തെ പോലെ നമുക്ക് ആർക്കും പ്ലേസ്മെന്റ് ഒന്നും നിങ്ങൾക്ക് വന്ന് തരില്ല. ശരിയാണ്. ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടന്റ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് പേര് സ്പെസിഫിക്കലി ഈ നിഷ മാത്രം ചെയ്യുന്നവരുണ്ട്. ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരൊക്കെ ബാക്കിയുള്ള കൺട്രീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത് മാത്രം ചെയ്യുന്നു, ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പം വി ആർ ഏബിൾ ടു പ്രൊവൈഡ് ദ സ്റ്റുഡൻസ് വിത്ത് ആൻ അൺഡിവൈഡഡ് അറ്റൻഷൻ. ആ ഒരു എക്സ്പെർട്ടൈസ് വി ക്യാൻ പ്രൊവൈഡ് ദം.